വിശദമായ വാർത്തകളിലേക്ക്. വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വാസ്തുവിദ്യ ഗുരുകുല അങ്കണത്തിലെ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതുസൗകര്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാരമ്പര്യ കരകൗശല ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും വീണ്ടെടുപ്പിനായി സാംസ്കാരിക വകുപ്പ് നടപ്പാക്കി വരുന്ന ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ കീഴിൽ 41 സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട്. 600-ലധികം കലാകാരന്മാർ പങ്കാളികളാണ്. 1500 പേരെ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പരമ്പരാഗതമായ കലാരൂപങ്ങളും കലാപ്രവർത്തനങ്ങളും നടത്തുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെയുള്ള വരുമാനത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ വാസ്തുശില്പ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് ഈ വാസ്തുവിദ്യാ ഗുരുകുലത്തെ മാറ്റുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആർട്ട് ഹബ്ബും ഈ പറയുന്ന PMCയിലേക്ക് അക്രഡിറ്റഡ് ഏജൻസി ആയിട്ട് ഇതിനെ മാറുന്നതോടുകൂടി തന്നെ സ്വഭാവത്തിലും രീതിയിലും മാറ്റം വരും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല തരത്തിലുള്ള ഒരു മാറ്റം ഈ ഗവൺമെന്റ് കീഴിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വാസ്തുവിദ്യാ ഗുരുകുലത്തിലും നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഗ്രാമീണ കലാകേന്ദ്രത്തിൻ്റെ ഈ പൊതുസൗകര്യ വിപണന കേന്ദ്രം ആറന്മുളയിലെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ പുതിയ കെട്ടിടത്തിനുള്ള പ്രാരംഭ പ്രവർത്തനത്തിലാണ്. ഭൂമി ക്രമപ്പെടുത്തി ലഭിക്കുന്നതിന് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി വീണ ജോർജ് മുൻകൈയെടുക്കും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ, വൈസ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ R അജയകുമാർ, ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS പ്രിയദർശനൻ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി, മുൻ MLA മാലേത് സരളാദേവി, ഗുരുകുലം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടുവാൻ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുന്നില്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ. കേരളം സെലക്റ്റീവ് പ്രതികരണങ്ങളുടെ നാടായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളും ഇടത് സഹയാത്രികരായ സാംസ്കാരിക സമൂഹവും കൊൽക്കത്ത വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്ന് പന്തളം പ്രതാപൻ ആരോപിച്ചു. കേരളം സെലക്റ്റീവ് പ്രതികരണങ്ങളുടെ നാടായി മാറിയെന്നും ആലപ്പുഴയിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ ക്രൂരമായ നടപടി, ഇതുപോലെയുള്ള ഒരു സംഭവം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം നടന്നിട്ട് ഏതാണ്ട് 1 വർഷം തികയാണ്. കേരളത്തിൽ നമ്മളെല്ലാവരും മറന്നുപോയില്ല എന്ന് ധരിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന താലൂക്ക് ആശുപത്രിയിൽ വന്ദന ദാസ് എന്ന് പറയുന്ന യുവ ഡോക്ടറെ ഒരു ക്രൂരൽ കുത്തിയും അടിച്ചും കൊലപ്പെടുത്തിയ സംഭവം നടന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. നമ്മുടെ ആശുപത്രികളിൽ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും പ്രവർത്തനങ്ങളെ എല്ലാം താറുമാറാക്കുന്ന തരത്തിൽ കൊലപാതകികളും കാമവരന്മാരും നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്നതിന്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കലാ രമേശ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, R കണ്ണൻ, അഭിലാഷ് മാപ്പറമ്പിൽ, V ശ്രീജിത്ത്, നിഷ പ്രവീൺ, ബീന കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴയിൽ നടന്ന സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന ദിവസം ചേർന്ന പ്രതിനിധി സമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാണ്. നമ്മൾ കൂലി കൂടുതൽ മാത്രമല്ല, ഈ രാജ്യത്ത് കടന്നു വന്ന് കച്ചവടക്കാരനായി വന്ന് നമ്മുടെ രാജ്യത്യാകെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ ബ്രിട്ടീഷുകാരെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാരൻ ആശ്രിതന്മാരായ നിങ്ങളെയും പുറത്താക്കാനുള്ള പോരാട്ടം. അതുകൊണ്ട് നിങ്ങൾ ധരിക്കേണ്ട,
നിങ്ങൾ പറയുന്ന അക്കാപ്പേച്ചൊക്കെ നമ്മൾ നിൽക്കുന്നത് നമ്മളതല്ല, നമ്മൾ തൊഴിലാളി വർഗമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ CP ചോദിച്ചു, ഞാൻ പറഞ്ഞ അംഗീകരിക്കില്ലല്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഇതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എനിക്കറിയാം. നിങ്ങൾ ഞങ്ങളെ ഷൂട്ടിയായിരിക്കും, കൊല്ലുമായിരിക്കും. ഞങ്ങളെ കൊന്നാലും ഈ നാട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ കൂടെ നിൽക്കില്ല CP എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചി വിരിച്ച് ഇറങ്ങി വന്ന ആളാണ് സഖാവ് ടി തോമസ്. റീബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് N. ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, OK ജയകൃഷ്ണൻ, ഡോക്ടർ VM ഹാരിസ്, ഹനീഫ റാവുത്തർ, R. ബാലൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറി സുകേശൻ ചൂലിക്കാട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച, പ്രമേയ അവതരണം, തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓൺലൈൻ ടാക്സികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധ പരിപാടി. യൂണിയൻ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് നിസാർ കോയാപ്പറമ്പിലിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. നേതാക്കളായ P. ഗാനകുമാർ, KG ജയലാൽ, MM ഷെരീഫ്, രജീബ് അലി, S. വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ആലപ്പുഴ പട്ടണം ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ ആലപ്പുഴയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന സ്ഥലം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴ പട്ടണത്തിൽ ദീർഘകാലമായി, പതിറ്റാണ്ടുകളായി പരമ്പരാഗതമായി ഓട്ടോ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന, അതിൻ്റെ സ്വന്തമായി വാഹനമുള്ളവരും അതുപോലെ തന്നെ ദിവസക്കൂലിക്ക് കൊടുക്കുന്നവരും അടക്കമുള്ള നിരവധി ഡ്രൈവർമാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് പ്രധാനമായും മറ്റൊരു വരുമാനമില്ലാത്തവരാണ്. ഈ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളെ പടർന്ന പട്ടിണിയിലാക്കുന്നുവെന്ന് മാത്രമല്ല, മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഓൺലൈൻ ടാക്സി രംഗത്ത് പുതുതലമുറയുടെ ഭാഗമായി, പുതു പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനം. പ്രതിഷേധ യോഗത്തിന് ശേഷം യൂണിയൻ അംഗങ്ങൾ RTOയെ കാണുകയും ഓൺലൈൻ ടാക്സികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഭരണകൂട നീക്കം തടയുമെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് രാജ് സമിതി ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിലായിരുന്നു നേതാക്കളുടെ പ്രഖ്യാപനം. കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് ഓഫീസിൽ ചേർന്ന യോഗം സമിതി ജില്ലാ ചെയർമാൻ KC നായർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത നവംബർ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ള ഏക അജണ്ട മാത്രമാണ് RGPRS എന്ന് പറയുന്ന പഞ്ചായത്ത് രാജ് സമിതിയുടെ ചുമതലയിലുള്ളത്. ഇതിന് നിയോജകമണ്ഡല തലത്തിൽ 21 അംഗ കൗൺസിലും, ഓരോ മണ്ഡലത്തിലും 11 അംഗ കൗൺസിലും, ഓരോ വാർഡിലും 7 അംഗ കൗൺസിലും, വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, വോട്ടർ പട്ടികയിൽ നീക്കംചെയ്യേണ്ട ആളുകളെ മാറ്റുക തുടങ്ങിയുള്ള ചുമതലകൾ കൂടിയുണ്ട്. കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുമുള്ള വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കൂടുതലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. യോഗത്തിൽ സമിതി നിയോജക മണ്ഡലം ചെയർമാൻ KV ഹരികുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PH നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കോയിപ്പുറം, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PK സുശീലൻ, നേതാക്കളായ PV ജോർജ്, അഡ്വക്കേറ്റ് ഡെന്നീസ് ജോസഫ്, ജോ വിരുത്തിക്കരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാന്നാർ മേഖലാ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. മാന്നാർ ടൗൺ ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം KJU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വാഹിദ് കറ്റാനം ഉദ്ഘാടനം ചെയ്തു. നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ KUWJ-യേക്കാൾ ഒരു പത്രപ്രവർത്തക സമൂഹമാണ് പ്രാദേശിക പത്രം. എന്നിട്ട് പോലും
നമ്മളിപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. ഏറ്റവും ഒടുവിൽ സ്വതന്ത്ര ക്ഷേമനിധി സാമ്പത്തിക പ്രതിസന്ധികളാൽ നടക്കില്ല എന്ന് നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. നമ്മൾക്കൊരു അസ്തിത്വം അംഗീകരിച്ചുകൊണ്ട് സാംസ്കാരിക ക്ഷേമനിധിയുടെ ഭാഗമാണ്. സർക്കാർ തത്വത്തിൽ അത് അംഗീകരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നതിന് സാംസ്കാരിക വകുപ്പിന് ചുമതല കൊടുക്കരുത്. പക്ഷേ നമുക്ക് ഓർമ്മ ഉണ്ടാവും, മന്ത്രി സജി ചെറിയാൻ ചുമതലയേറ്റതിന് പിന്നാലെ കോവിഡ് നിൽക്കുന്ന സമയത്ത് തന്നെ ജില്ലാ കമ്മിറ്റി ഒരു വലിയ പരിപാടി ചെങ്ങന്നൂർ നടത്തുകയും അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുകയും ഈ ആവശ്യം പറയുകയും ഒക്കെ ചെയ്തു. ഒരുപാട് തവണ അദ്ദേഹവുമായി സംസാരിച്ചിട്ട് അനുകൂല സമീപനം പലപ്പോഴും ഉണ്ടാകുന്നില്ല. അതിനുശേഷം ഇദ്ദേഹം ഇടക്കാലത്ത് രാജിവെച്ച സമയത്ത് വന്ന VN വാസവൻ ഇതിന് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഏതാണ്ട് പ്രാവർത്തികമാകുമെന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്തു. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് അധ്യക്ഷനായി. മാധ്യമ പ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട മാന്നാർ മീഡിയ സെന്റർ അംഗങ്ങളെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി മൊമെന്റോ നൽകി ആദരിച്ചു. മേഖലാ സെക്രട്ടറി ഇക്ബാൽ അർച്ചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ അൻഷാദ് മാന്നാർ, ജില്ലാ ട്രഷറർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഡൊമിനിക് ജോസഫ്, ഇക്ബാൽ അർച്ചന, അൻഷാദ് PJ, സാജു ഭാസ്കർ, ഷാജി കുരട്ടിക്കാട് എന്നിവരെ തിരഞ്ഞെടുത്തു. ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ആവേശം വാനോളമുയർത്തി കടവിൽ ചുണ്ടൻ നീരടിഞ്ഞു. രാവിലെ 11-ന് പരുമലയിലെ മാലിപ്പുരയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത ചുണ്ടൻ വള്ളത്തിന്റെ കൂദാശാകർമ്മം നിർവഹിച്ചു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവനുള്ളൂ ജീവിക്കുന്ന വലിയ സ്ലീബാന്റെ മുദ്ര കുത്തപ്പെടുന്ന ഈ ചുണ്ടൻ വെള്ളം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട വെടിപ്പുള്ളതായി തീരട്ടെ. ഡോക്ടർ KC ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം മുൻമന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആന്റോ ആന്റണി MP, സിനിമാ സീരിയൽ താരം കൈലാഷ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ചൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നീരണിയൽ ചടങ്ങ് നടന്നു. പ്രവാസിയും പ്രമുഖ ഡോക്ടറും കേരളഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ KC ചാക്കോയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിൻ്റെയും ഉടമസ്ഥതയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരൻ്റെയും നേതൃത്വത്തിൽ 15ഓളം തൊഴിലാളികൾ 9 മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടൻ്റെ പണി പൂർത്തിയാക്കിയത്. 52.25 കോൽ നീളവും 52 അങ്കുലം വീതിയുമുള്ള ചുണ്ടൻ വള്ളത്തിൽ 93 തുഴക്കാരും 5 അമരക്കാരും 9 താളക്കാരും 2 ഇടിക്കാരും ഉൾപ്പെടെ 109 പേരെ വഹിക്കാനാവും. ഇനി വരാനിരിക്കുന്ന കരുത്തിൻ്റെ മാമാങ്കമായ ജലമേളകളിൽ കടവിൽ ചുണ്ടനും കുതിച്ചു പായും. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ DYFI ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബിരിയാണി ചലഞ്ച്. DYFI പ്രവർത്തകർ വീടുകളിൽ ചെന്നപ്പോൾ ഓർഡർ ചെയ്തവർക്കും ഓൺലൈനായി ബുക്ക് ചെയ്തവർക്കുമാണ് ബിരിയാണി എത്തിച്ചു നൽകിയത്. 2100 പേർക്കുള്ള ബിരിയാണിയാണ് ഇങ്ങനെ വിതരണം ചെയ്തത്. ഇതിൽ നിന്നുള്ള വരുമാനം DYFI സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാനാണ് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. ബിരിയാണി ചലഞ്ച് DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവേൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏതൊരു ഘട്ടത്തിലും ജനങ്ങളാകെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോൾ അവരെ ഓടിയെത്തി സഹായിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന DYFI-യാണ്. COVID-19 പ്രളയവും ഉണ്ടായപ്പോഴുമെല്ലാം ജനങ്ങളെ അവരുടെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ചേർത്ത് പിടിക്കാൻ സഹായിച്ചതും DYFI-യാണ്. വയനാട് ദുരിതമുണ്ടായപ്പോൾ ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് അവിടെ ഉണ്ടായ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി
ഈ 16 ദിവസക്കാലമായി ഡിവൈഎഫ്ഐയുടെ യൂത്ത് വാളണ്ടിയർമാർ, യൂത്ത് ബ്രിഗേഡ് വലിയ നിലയിലുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളോടൊപ്പം കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനത്തിനും ശവസംസ്കാരം ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നടത്തി വരികയാണ്. ആ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടത്തി. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആലപ്പുഴ ജില്ലയിൽ വലിയ നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിവരുന്നത്. ഡിവൈഎഫ്ഐ ചമ്പക്കുളം മേഖലാ പ്രസിഡന്റ് അഖിൽ ഷാജി അധ്യക്ഷനായിരുന്നു. CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ, ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് P പ്രദീപ് കുമാർ, മേഖലാ സെക്രട്ടറി ജോബി ജോസഫ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം ഐശ്വര്യ ലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ TJ ജലജകുമാരി എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നാടകാചാര്യനായ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ആലപ്പുഴയിൽ സംസ്ഥാനതല നാടക ശില്പശാല സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 19, 20 തീയതികളിൽ സർവോദയപുരത്തുള്ള SCUF ക്യാമ്പിലെ തോപ്പിൽ ഭാസി നഗറിലാണ് ശില്പശാലയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമകാലിക സംഭവങ്ങളിലൂടെ സമൂഹത്തിൻ്റെ വിഷയങ്ങളെ ജനങ്ങളുമായി അഭിസംബോധന ചെയ്യുന്ന കലാപ്രസ്ഥാനമായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനാണ് സംസ്ഥാന നാടക ശില്പശാല സംഘടിപ്പിക്കുന്നത്. നമ്മൾ വിസ്മരിക്കുവാൻ പറ്റാത്ത മഹാരഥനായ നാടകാചാര്യനായിരുന്നു ശ്രീ തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന ജന്മികുടിയാൻ വ്യവസ്ഥിതിയിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം രചിച്ച് KPSC എന്ന പ്രസ്ഥാനം അവതരിപ്പിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഈ മലയാളത്തിൻ്റെ ഭൂമിക ഇളക്കി മറിച്ച് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ച ചരിത്രം നമുക്കറിയാം. മലയാളം കണ്ട ഏറ്റവും പ്രശസ്തനായ നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ 100ാം ജന്മവാർഷികമാണ് ഈ വർഷം. അതുപോലെ തന്നെ തോപ്പിൽ ഭാസിയെ പോലെ തന്നെ ഓമാധവനും PG ആൻ്റണിയും ശങ്കരാടിയും ഒക്കെ ശതാബ്ദി വർഷമാണിത്. ശില്പശാല രാജ്യസഭാ അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ഇപ്റ്റ ദേശീയ പ്രസിഡന്റ് പ്രസന്ന ശില്പശാല നയിക്കും. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ഇപ്റ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബൈജു ചന്ദ്രൻ തോപ്പിൽ ഭാസി അനുസ്മരണം നടത്തും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളും നാടക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുക്കും. ഇപ്റ്റ സംസ്ഥാന സെക്രട്ടറി R അജയകുമാർ, ദേശീയ കമ്മിറ്റി അംഗം സജീവ് കാഠൂർ, ജനറൽ കൺവീനർ ജയൻ കൊച്ചിക്കാരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചമ്പക്കുളം യൂണിറ്റ് കൺവെൻഷൻ കഴിഞ്ഞ ദിവസം നടത്തി. തെക്കേക്കര പാട്ടത്തിൽ വിശ്വനാഥ കൈമളുടെ വസതിയിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് രക്ഷാധികാരി NP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രക്ഷോഭ പരിപാടികളെല്ലാം ആരംഭിക്കുന്നതിന് വേണ്ടി ജില്ലാ മാർച്ചും അതുപോലെ നിവേദനം സമർപ്പിക്കലും ഒക്കെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വയനാട് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായതും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എല്ലാവരും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഇപ്പം നമ്മുടെ സംഘടന തന്നെ 25 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് എത്ര വേണമെങ്കിലും കൊടുക്കണമെന്നാണ് ഇപ്പം നിർദ്ദേശം വന്നിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ ഒരു ഗഡു എന്നുള്ളതിലേക്കാണ് 25 ലക്ഷം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിവതും സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടികളെല്ലാം കുറേശ്ശെ താമസിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തന പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജില്ലാ മാർച്ചും എല്ലാം നമ്മൾ തവണ നടത്താനിരിക്കുകയായിരുന്നു. അതുപോലെ നിവേദനങ്ങൾ സമർപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ഇരുന്നാണ്. അതൊന്നും നടന്നില്ല. അതാണ് വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്നു. യോഗത്തിൽ KSSPU യൂണിറ്റ് പ്രസിഡന്റ് TS പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഭാർഗവൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം KK ശശിധരൻ, യൂണിറ്റ് സെക്രട്ടറി അഗസ്റ്റിൻ ജോസ്, ട്രഷറർ MK മംഗളാനന്ദൻ, T മനു തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ദുരിതബാധിതരെ സഹായിക്കാൻ പങ്കുചേരാം എന്ന ആഹ്വാനത്തോടെയുമായിരുന്നു യൂണിറ്റ് കൺവെൻഷൻ.
മാന്നാർ കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത്, കാർഷിക വികസന സമിതി, വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. മാന്നാർ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വിഷവർഷേരിക്കര വളരെ നല്ല രീതിയിൽ നെൽകൃഷി നടത്തി വരുന്ന ഒരു യുവ കർഷകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചിങ്ങമൊന്ന് എല്ലാ വർഷവും നമ്മൾ വളരെ ആർഭാടമായിട്ടാണ് കേരളമൊട്ടാകെ കർഷക ദിനം കൊണ്ടാടുന്നത്. പഞ്ചായത്തിലെ മികച്ച കൃഷി ഗ്രൂപ്പുകളെ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മെമന്റോ നൽകി ആദരിച്ചു. ആദരിക്കപ്പെട്ട കർഷകർക്ക് മംഗലത്തേത്ത് കാട്ടിൽ കരുണാകരൻ നായർ മെമ്മോറിയൽ അവാർഡും പി രാജമ്മ മെമ്മോറിയൽ അവാർഡും വേണുഗോപാൽ മംഗലത്തേത്ത് കാട്ടിൽ സമ്മാനിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, PR ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK പ്രസാദ്, കൃഷി ഓഫീസർ PC ഹരികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തും തൈകളും വിതരണം ചെയ്തു. ജോയി ആലൂക്കാസ് ആലപ്പുഴ ഇരുമ്പുപാലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാടൻ കർഷകരെ ആദരിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി കൃഷി വകുപ്പ് ചേർത്തല അസിസ്റ്റന്റ് ഡയറക്ടർ KS ഷൈജ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. അടുത്തായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ദേവരാജൻ. ഇപ്പോൾ നിലകൊള്ളുകയാണ്. ദേവരാജൻ സാറിൻ്റെ ജോയി ആലുക്കാസിൻ്റെ സ്നേഹ ആദരവ്. നമ്മുടെ കുട്ടനാട്ടിലെ കർഷകരെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ VIPs ആണ്. കാരണം അവർ എത്രമാത്രം കഷ്ടതകൾ ചലഞ്ച് ഏറ്റെടുത്താണ് അവർ അവരുടെ കൃഷി വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുട്ടനാട്ടിലെ കർഷകരെ തന്നെ ആദരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യം ജോയി ആലൂക്കാസിനോട് നന്ദി പറയുകയാണ്. ഈ ഒരു ദിവസം എല്ലാവരും എന്നും ഓർക്കും. എന്നെ ക്ഷണിച്ച എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു കർഷക ദിനം എല്ലാവരും ആശംസിച്ചുകൊണ്ട്. ചടങ്ങിൽ ജോയി ആലൂക്കാസ് ബ്രാഞ്ച് മാനേജർ ജെയ്മോൻ മാത്യു അധ്യക്ഷനായി. ആലപ്പുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോൺ കുര്യൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഗരുഡ ഗ്രൂപ്പ് CEO പ്രകാശ്, ജോയി ആലൂക്കാസ് സീനിയർ സ്റ്റാഫ് TL അലക്സ്, PRO D ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്ഥാപനത്തിന്റെ വാർഷികവും ഉപഭോക്താക്കളുടെ ജന്മദിനവും ആഘോഷിച്ചു. ബുധനൂർ കടമ്പൂര് ശ്രീ ശക്തികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നിറപുത്തരി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ മഹേശ്വർ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. യജ്ഞശാലയിൽ നിന്നും കതിർക്കറ്റകൾ ശിരസിലേറ്റി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം പൂജകളും നടത്തിയതിനു ശേഷമാണ് ശ്രീകോവിലിൽ സമർപ്പിച്ചത്. തുടർന്ന് ഭക്തർക്ക് കതിർക്കറ്റകൾ പ്രസാദമായി വിതരണം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ മഹേശ്വർ പോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശക്തികുളങ്ങര ദേവസ്വം പ്രസിഡന്റ് അനന്തൻ, സെക്രട്ടറി സുരേഷ് കുമാർ, ഖജാൻജി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു.
നമസ്കാരം.